ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു എഗ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആർക്ക് വേണേലും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ എഗ് നൂഡിൽസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിൽ ഒരു 4 വെളുത്തുള്ളി മാത്രം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. നമുക്കിതിലേക്ക് ഇഞ്ചി ആവശ്യമില്ല, വെളുത്തുള്ളി മാത്രം മതിയാവും. കൂടെ തന്നെ മീഡിയം സൈസ് സവാളയിൽ ഒരേ ഒരു സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. സവാളയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടി, അപ്പോൾ പച്ചയും ചുവപ്പും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലും ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കളർ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം കുഴപ്പമില്ല. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റൊക്കെ മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ അതിൻ്റെ കളറൊക്കെ പാടെ മാറിപ്പോവും. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ലൈറ്റായിട്ട് മാത്രം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. തീരെ പൊടിയായിട്ട് ആയിപ്പോകേണ്ട ആവശ്യമില്ല. ചെറിയ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഒരു 30-40 സെക്കൻഡ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസ് മുട്ടയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 200 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ നൂഡിൽസ് എടുക്കുന്നത്. 100 ഗ്രാമിന് 1 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള രീതിയിൽ 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് നൂഡിൽസ് മസാലയാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്നതിൻ്റെ കൂടെ കിട്ടുന്ന മസാലയാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങി വെച്ചിരിക്കുന്ന നൂഡിൽസ് മസാലയാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അളവിൽ സോയ സോസ് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാലയിലും സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കുറച്ച് ഉപ്പ് ചേർക്കാനായിട്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വീണ്ടും വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ നൂഡിൽസ് റെസിപ്പി. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ മസാലയും സോസും എല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ നൂഡിൽസ് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ നൂഡിൽസ് എല്ലാം നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ഇതിനെ കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ നൂഡിൽസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. അതൊന്ന് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം മാത്രം 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യരുത്, എങ്കിൽ പിന്നെ നൂഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. നമ്മൾ എടുക്കുന്ന നൂഡിൽസിനനുസരിച്ചിട്ട് വേവ് കൂടുതലുള്ളതും കുറവുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അത് വേകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഞാൻ ഇതിപ്പോൾ വീണ്ടും 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നൂഡിൽസ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.